അച്ചാറിടാനാ. നെയ്യില്ലാതെ കുറച്ച് ഇറച്ചി തരും. നെയ്യ് ചെത്തി മാറ്റിയിട്ട് തരാം സാറേ. നീ വിട്ടെ, നമ്മളൊന്ന് ഒരുമിച്ചല്ലേ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. അമ്മാരടാ പറഞ്ഞ നിന്നെ കൂട്ടുണ്ടെന്ന്. അതിന് അമ്മാരെന്ത് പറഞ്ഞു? നമ്മൾ ഒരുമിച്ചല്ലേ ഫുട്ബോൾ കളിക്കാൻ പോയത്, പിന്നെ നീ നിന്റെ അമ്മാരുടെ പോയത്. അപ്പ കാണുന്ന അപ്പ എന്ന് വിളിക്കുന്ന നിന്റെ സഭ എവിടെ നീട്ടിയടാ? എടാ, ജീവൻ പോകും തോന്നിയാൽ മാത്രമേ മറ്റൊരാളെ ആക്രമിക്കാവൂ. എടാ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഈ അടിപിടി കൂടുന്ന സ്വഭാവം നിർത്തണമെന്ന്. ആ നീ അടുത്ത ആഴ്ച വീട്ടിലോട്ട് പോ. നല്ലൊരു ആട്ട സൂപ്പ് കുടിപ്പിച്ചോളാം. ആട്ടിൻ സൂപ്പോ? സാറിന് എന്ത് പറ്റി? മോനെ പറയടാ. ആ എടാ മോനെ, ഇതിനാണോ നീ പനിയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നത്? ക്രിപ്സെറ്റ് വേണമെങ്കിൽ ഒരെണ്ണം ഓൺലൈനിൽ മേടിക്കാൻ പറ്റായിരുന്നു. ആ സാരമില്ല, നാളെ ഞാനങ്ങ് വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോയി മേടിക്കാം. ഓക്കെ. എന്നെ ഇത്ര താമസം. നിക്ക് പപ്പ ഇപ്പൊ കേറിയ പോകത്തില്ല. ബാ നമുക്ക് പോകാം. എടാ, ഞാൻ ഈ ഡ്രസ് ഒന്നും വേണ്ടെന്നേ. ബാ പോകാം. ശരി പോവാം. ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. എടുക്ക് വേഗം പോകാം. പപ്പ ഇതെന്തോ കാണിക്കുന്നേ? ചുമ്മാറന്നായിരുന്നു, നമുക്ക് പറക്കത്തില്ലേ? ചില സമയങ്ങളിൽ യാത്ര ലക്ഷ്യത്തെക്കാൾ കൂടുതൽ ചിലത് പഠിപ്പിക്കും. അതെ, ഈ യാത്ര എന്റെ ക്ഷമ നശിപ്പിച്ചു. എന്നാ പറ്റി പപ്പേ? നോക്കാം. ഓ, ആളെ വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. പപ്പ തന്നെ നോക്ക്. ആ നോക്കാം. എന്നാ സാറേ, എന്നാ പ്രശ്നം? അങ്ങോട്ട് മാറിക്കേ, ഞാനും നോക്കട്ടെ. എന്നാടാ ഇതിനകത്ത് ഇടപാട്? എന്നെ പരിപാടി കാണിക്കുന്നേ? നീ കുറച്ച് നാളായി അപ്പനും മോനോട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്നാ ഉണ്ടാക്കി? ഞാൻ പറയാടാ, അറിയിക്കാൻ നിന്നെ ഞാൻ. മോനെ എന്നാ പറ്റി? എഴുന്നേക്ക്. തല എന്നാടാ എഴുന്നേക്കടാ. ഡോറ് തുറക്ക് വേഗം. നിന്നെ എടുത്തോളാ. നീ എന്നെ പരിപാടിയുടെ കാണിച്ചേ? അയാൾക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? നീ എന്നെ ചെയ്തേ? പിന്നെ അപ്പനെ തല്ലി വരെ നോക്കി ഞാൻ നിൽക്കണോ? അത് ശരി. അപ്പൊ ഇനി നമ്മളെങ്ങനെ പോകും? ഇനി വല്ല മെക്കാനിക്കിനെ വിളിക്കാം.
ഡൊമിനിക്കെ, എന്നാ ഉണ്ട് വിശേഷം? ഇവനിപ്പോൾ എന്നെ പരിപാടിയാടി? രാവിലെ തുടങ്ങിയല്ലോ, ഒന്ന് നിയന്ത്രിക്കാൻ വരെ. ഞാൻ എന്ത് ചെയ്യാനാ ഡൊമിനിക്കെ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, ഞാനിവിടെ ഒരു അടിമയെ പോലെയാ കഴിയുന്നത്. ഞാനൊന്ന് ഉപദേശിച്ച് നോക്കാം, നന്നാവുമെങ്കിൽ നന്നാകട്ടെ. ഡൊമിനിക്കെ, ഉപദേശിക്കുന്നത് കൊള്ളാം, ഡൊമിനിക്കിനത് പാരയാകാതിരുന്നാൽ മതി. നീ ഇറങ്ങിയാണേ, നിന്നോട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. താൻ ഇനി എന്നാ പറയാനാ? താൻ കുറെ പറഞ്ഞതല്ലേ, എന്തോന്ന് എനിക്ക് പറയാനുള്ളത് ഇതിൽ കൂടുതൽ. നീ ഒന്ന് അടങ്ങ്, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോകാൻ. നീ എന്നാ സംസാരിക്കാനാ? താൻ അങ്ങോട്ട് പറഞ്ഞു തൊലയ്ക്ക്. വാ, നമുക്ക് കുറച്ച് സംസാരിക്കാം. നീ ഇവിടെ ഇരിയടാ. നീ കഞ്ചാവ് അടിക്കുകയോ കള്ളടിക്കുകയോ എന്താണ് ചെയ്തു, പക്ഷെ നിനക്കൊരു കുടുംബമുണ്ട്, നീ അത് മറന്നു പോകരുത്. നിനക്കൊരു കുടുംബമുണ്ട്, 2 പിള്ളേരുണ്ട്. ഇങ്ങനെ പോയാൽ നിന്റെ കുടുംബം നശിക്കും. പണി വരുന്നതേ എവിടെ നിന്നൊക്കെ എനിക്കറിയാം. താൻ എന്നെ ഉപദേശിക്കാൻ പറയണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. താൻ തൻ്റെ കാര്യം നോക്ക്. ഹലോ, നീ എവിടെയാടാ? ചെറിയൊരു വള്ളിയുണ്ട്, പെട്ടെന്ന് വാ. ശരി. എടാ, ഈ ക്രിബേ സൂക്ഷിച്ചു വെച്ചാൽ ഇനി ഉപയോഗിക്കാം. അതൊന്നും ഇല്ല അപ്പ, ഓരോ വർഷം മാറുമ്പം ഓരോ ട്രെൻഡ് മാറും, അന്നേരം നമുക്ക് നോക്കാം. എടാ മോനെ, എന്തു വന്നാലും നീ വെളിയിൽ ഇറങ്ങല്ലേ. ഇറങ്ങല്ലടാ മോനെ, നിന്നോടല്ലേ ഇറങ്ങല്ലെന്ന് പറഞ്ഞേ. എന്താടോ, വണ്ടി എടുത്ത് മാറ്റ്. അടിച്ച് കൊല്ലടാ അവനെ. അയ്യോ അയ്യോ, കൊല്ലല്ലേ. ഇനി ഞങ്ങളെ തല്ലല്ലേ സാറേ, ഞങ്ങൾ ചത്തുപോകും, ഞങ്ങളെ വെറുതെ വിട്ടാര്. എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് ഒരൊറ്റ ചുവടുവെപ്പിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആരംഭിച്ചത് ഈ എളിയ ഡോജോയിൽ നിന്നാണ്. അവിടെ മിനുക്കിയ മരത്തിൻ്റെ ഗന്ധവും അച്ചടക്കത്തിൻ്റെ പ്രതിനിധികളും എൻ്റെ ലോകത്തെ രൂപപ്പെടുത്തി. അപ്പർക്കട്ട്. എൻ്റെ പുണ്യാളാ, എൻ്റെ എടുത്തിയാട്ടത്തിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നു. ഞാൻ ഇനി നേരെ ചൊവ്വേ ജീവിച്ചോളാം. എല്ലാ പരാജയങ്ങളും പ്രോത്സാഹനത്തോടെ നേരിട്ടു. പൊതുജനങ്ങളിൽ നിന്ന് മാത്രമല്ല, ഞാൻ ഇവിടെ കണ്ടെത്തിയ കുടുംബത്തിൽ നിന്നും.